അവനകത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. നന്നായിട്ട് പെരുമാറി എന്റെ ക്ഷീണത്തിൽ കിടക്കുക. നല്ല ചാമ്പ് കൊടുത്തിട്ടുണ്ട്. കിടക്കട്ടെ. അവന്റെ ക്ഷീണം ഇന്ന് രാത്രി കൊണ്ട് നമുക്ക് തീർത്തു കൊടുക്കാം. തുറക്കടാ. എന്താ കാമുക, സുഖം തന്നെയല്ലേ നിനക്ക്? അടികൊണ്ട് അവശനായിട്ടും നിന്റെ ശൗര്യം അങ്ങോട്ട് മാറിയിട്ടില്ലല്ലോടാ. ഈ ചുവരിനപ്പുറം നിന്റെ കാമുകിയുണ്ട്. അവളുടെ മഞ്ഞൾ കല്യാണോ ഇന്ന്? നീ വിഷമിക്കണ്ട. ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങൾ അവളെയും കൂട്ടി നിന്നെ കാണാൻ വരുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ മുന്നിൽ വെച്ച് ഇവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടും. നിനക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നിന്റെ മുന്നിൽ വെച്ച് താലി കെട്ടിയ പിന്നെ മൂകാംബിക അമ്മയുടെ മുന്നിൽ വെച്ച് താലി കെട്ടാനൊന്നും കഴിയില്ല. ഇന്ന് രാത്രി അവൾ എന്റെ സ്വന്തമാവുക. നിന്റെ മുന്നിൽ വെച്ച് ഞങ്ങളാ ചടങ്ങ് നടത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ നിനക്ക്? ഇനി ഒരിക്കലും നീ അവളെ മോഹിക്കാതിരിക്കാൻ. അവക്ക് മറ്റൊരവകാശി ഉണ്ടെന്ന് നിനക്ക് ബോധ്യം വന്ന് തിരിച്ചു പോകാൻ വേണ്ടി. ഇല്ല, എന്റെ ശരീരത്തിൽ ജീവന്റെ ഒരു അംശം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ മോഹമൊന്നും നടക്കാൻ പോകുന്നില്ല. മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ വെച്ചല്ലാതെ ദേവൂട്ടിയുടെ കഴുത്തില് ആരും താലി കെട്ടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ചാവാൻ നേരത്തും അവന്റെ കാമുകിക്ക് വേണ്ടി പൊരുതുന്നത് കണ്ടില്ലേ? പിടിച്ചു കെട്ടടാ. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോകും. ഇന്ന് രാത്രി ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ പിന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതുവരെ എല്ലാം കണ്ടും കേട്ടും നീ ഇവിടെ കിടന്ന് അനുഭവിച്ചോണം. നമുക്ക് പോവാം. ചടങ്ങ് തുടങ്ങാൻ സമയമായി. വാടാ. ഇവിടെ വാടാ. ഹലോ തമ്പി സാറേ. വിക്രമൻ, താനിത് എവിടെയാടോ? അതെന്ത് ചോദ്യമോ സാറേ? ഞാനിവിടെ കല്യാണത്തിന്റെ നടത്തുപടിയായിട്ടൊക്കെ നിൽക്കുമല്ലേ. അല്ല സാർ എന്താ വിളിച്ചത്? എടോ, ഒരു ഗൗരവമുള്ള കാര്യം തന്നോട് പറയാനാ വിളിച്ചത്. ശ്രീകല എനിക്ക് ഇരിക്കപ്പുറത്ത് തരുന്നില്ല. സന്ദീപിന്റെ മിസ്സിങ്ങിനെ പറ്റി പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാനാ അവള് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ അതിനുവേണ്ടി പോവാ. അയ്യോ സാർ, അബദ്ധമൊന്നും കാണിക്കരുതേ. ഇപ്പൊ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അതൊക്കെ എനിക്കറിയാടോ, പക്ഷെ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? അതെ സാറേ, ഇന്ന് രാത്രി കൊണ്ട് കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാവും. നാളത്തെ ചടങ്ങ് കഴിഞ്ഞാൽ സന്ദീപിനെ ഞങ്ങൾ ഇവിടുന്ന് വിടും. അവനെ നിങ്ങൾ വിടുന്നത് ജീവനോടെയാണോ അതോ അല്ലാതെയാണോ? അതിപ്പോ അവന്റെ ഭാഗ്യം പോലെ ഇരിക്കും. രണ്ടായാലും തമ്പി സാറിന് അതുകൊണ്ട് നേട്ടമേ ഉണ്ടാവും, ഞാൻ ഉറപ്പു പറയാം. അതുകൊണ്ട് സാറിപ്പോ ബുദ്ധിമോശം കാണിക്കാതെ തിരിച്ചു പോകാൻ നോക്ക്. ദേ, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ അത് ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് വരും. എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം സാറിന്റെ ഭാര്യയുടെ അടുത്തുനിന്ന് തടിതപ്പ്. തൽക്കാലം ശ്രീകലയോട് ഞാൻ എന്തെങ്കിലും പറയാം. അവിടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ഇവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് സാറേ. എല്ലാം പ്ലാൻ ചെയ്ത പോലെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും വിവരങ്ങൾ അപ്പോ എന്നെ അപ്ഡേറ്റ് ചെയ്യണം. പിന്നെന്താ? അല്ലെങ്കിൽ സാർ ഒരു കാര്യം ചെയ്യും, നേരെ ഇങ്ങോട്ട് പോരെ. ഇവിടെ വന്ന് ലൈവായിട്ട് കല്യാണത്തിന് കൂട്. അപ്പോ എല്ലാം നേരിൽ കണ്ട് ബോധ്യമാകുമല്ലോ. അതുകൊണ്ട്
അതെ, ഞാൻ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തെന്ന് മറ്റുള്ളവരറിഞ്ഞ അത് അപകട. എന്നാ പിന്നെ സാറ് ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിട്ടോ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ ഉഷാറായി നടക്കും. ആ ഓക്കെ സാർ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. അതെ, വസ്ത്രം കൊണ്ടുവരുന്ന ചടങ്ങ് തുടങ്ങാറായി. അവരെത്തിയിട്ടുണ്ട്. ആ ശരി. കല്യാണപ്പെണ്ണ് ഒരുങ്ങിക്കഴിഞ്ഞോ? ഒരുക്കമൊക്കെ ഒരുവിധം പൂർത്തിയായി. ഇനി സാരി എടുത്താ മതി. ദാ എങ്കിൽ വസ്ത്രം കൊടുക്കാനുള്ള സമയമായി. വരൂ. ആ മോളെ, ദേവര് വരുന്നു. ആ ഇതൊരിക്കലും അയാളുടെ പ്രാർത്ഥനയല്ല. ദേവൂട്ടിയെ ബന്ധനത്തിലാക്കാനുള്ള നീചകർമ്മങ്ങളാണ്. പക്ഷേ അന്തിമമായ വിജയം ലോക നന്മയ്ക്കായി നിലകൊള്ളുന്ന ദൈവിക ശക്തികൾക്ക് തന്നെയാവും. അമ്മേ മൂകാംബികെ, ഈ ദുഷ്ടശക്തികൾക്ക് ദേവൂട്ടിയുടെ ജീവിതം നശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കരുതേ. നീ വസ്ത്രം ധരിക്കുന്നതോടെ പൂർണ്ണമായും എന്റെ നിയന്ത്രണത്തിലാവും ദേവൂട്ടി. അപ്പോൾ എന്റെ കർമ്മങ്ങൾക്ക് പകുതി ഫലസിദ്ധിയായി കഴിഞ്ഞു. ഇല്ല, നീ അഹങ്കരിക്കേണ്ട.